മോന് എരിവാലൻ പുട്ടിക്ക് കഴിക്കണം, റെഡിയാക്കിക്കോളൂ. എരിവാല പുട്ടിക്കോ? അതെന്താ? എന്താണെന്ന് എനിക്കും അറിയില്ല, പിന്നെ സാറ് പറഞ്ഞതാ. എന്നാൽ പിന്നെ ആ സാറിനോട് തന്നെ ചോദിച്ചാലോ? അത് വേണ്ട, പഠിപ്പിക്കുന്ന സാറുമാരെ ഇത്തരം കാര്യങ്ങളിൽ വലിച്ചിഴിക്കരുത്. ഓ, വലിച്ചിഴിച്ച് കൊണ്ടുവരണ്ട, സാറിന് നമുക്ക് നടത്തിക്കൊണ്ടുവരാം ചേട്ടാ. നിങ്ങൾ വേഗം എരിവാലൻ പുട്ടിക്കുണ്ടാക്ക്, സമയമില്ല. എൻ്റെ ഒരു അമ്മാവൻ പാചകക്കാരനെ സൂത്ര. വെരി ഗുഡ്. എന്താ പിടിത്താൻ അമ്മാവനോട് ചോദിക്കും. അതുവരെ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. അമ്മാവനെ വലിച്ചിഴിച്ചുകൊണ്ട് പറഞ്ഞോ സൂത്ര. ഓ, എരിവാലൻ പുഡിംഗ് ഉണ്ടാക്കാൻ 6-7 തരം സാധനങ്ങൾ വേണം. എഴുതിയെടുത്തോളൂ. കാക്കമുട്ട 2, നെല്ലിക്ക 6, മഞ്ഞപ്പഴം 7. കാക്കമുട്ട, നെല്ലിക്ക, മഞ്ഞപ്പഴം. പ്ലാവില 3, വെള്ളം 1 ചിരട്ട, മാമ്പഴച്ചാറ് 2 ചിരട്ട. പിന്നെ മുളക് പാകത്തിന്. പാകമായ മുളകോ? പാകത്തിന് എന്ന് പറഞ്ഞാൽ വേണ്ട അളവിൽ എന്നർത്ഥം. പുഡിംഗ് ഉണ്ടാക്കേണ്ട വിധം ഇനി പറയാം. കാക്കമുട്ട പ്ലാവിലയിൽ വെച്ച് ചതച്ച് നെല്ലിക്കയും മഞ്ഞപ്പഴവും ചേർത്ത് അരച്ചതുമായി മിക്സ് ചെയ്യുക. അതിലേക്ക് വെള്ളവും മാമ്പഴച്ചാറും ചേർത്തിളക്കി മുളക് അരച്ച് ചേർത്താൽ എരിവാലൻ പുഡിംഗ് റെഡി. കാക്കമുട്ട, നെല്ലിക്ക, മഞ്ഞപ്പഴം, പ്ലാവില, വെള്ളം, മാമ്പഴച്ചാറ്. എടാ, ഇതൊക്കെ എത്ര വേണമെന്ന് എഴുതിയിട്ടില്ല. ഓ, അമ്മാവൻ പറഞ്ഞതാ, എന്നെ എഴുതാൻ മറന്നു. ഓ, ചോദിച്ചിട്ടാണോ? ഇല്ലെങ്കിൽ കടീൻ്റെ ഇടി ചോറ. അമ്മാവ. ഓ, അമ്മാവൻ പുറത്ത് പോയി. പാകത്തിന് എന്ന് പറഞ്ഞാൽ വേണ്ട അളവിൽ എന്നർത്ഥം. ഓ, സുത്ര, എല്ലാം റെഡി. ഓ, എങ്കിൽ വേഗം വാ, കടയും വെയിറ്റ് ചെയ്യുക. ചേട്ടാ ശരി വായിക്കും. കാക്കമുട്ട പാകത്തിന്, നെല്ലിക്ക പാകത്തിന്, മഞ്ഞപ്പഴം പാകത്തിന്, പ്ലാവില പാകത്തിന്, മാമ്പഴച്ചാർ അതും പാകത്തിനായിരിക്കും. വേണമെങ്കിൽ പാകത്തിന് മുളക് കൂടി ഇട്ടോളൂ. എടോ, ഒരു വാടക കൊണ്ടുകൊണ്ട് എത്ര? ഒരു ചെന്നായ 2 മീൻ കൊടുത്താൽ ഇടിക്കാൻ റെഡിയാ. മീൻ എന്തിനാ അടിക്കുന്നേ? അവിടെ മീനല്ലടോ, നമ്മൾ പറയുന്ന ആളെ ഇടിക്കുമെന്ന്. ഓ, ദുഷ്കരൻ ചെന്നായല്ലേ, ഇതാ ആ കുന്നില്ല ഗുഹ. അങ്ങേര് മീനിനെ മാത്രം ഇടിക്കില്ലല്ലേ, ആരെ വേണമെങ്കിലും ഇടിക്കും. പക്ഷെ അങ്ങേർക്ക് അറ്റൻഷൻ കുറവാണ്. അത് നന്നായി. അറ്റൻഷനായി നിന്നാൽ ഇടിക്കാൻ പറ്റില്ലല്ലോ. അതല്ല, ശ്രദ്ധ കുറവാണെന്ന്. ഒരു കാര്യത്തിൽ കുറേ നേരം ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യം ആദ്യമേ വ്യക്തമായി പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. സൂത്ര, സുഖത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ അസുഖം? അതെ. എങ്കിൽ ടെൻഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ അറ്റൻഷൻ? അതെ, ദുഷ്കാരൻ്റെ ഗുഹ എത്തി. ചേട്ടാ, ഞാൻ സൂത്രൻ, ഇതെൻ്റെ ഫ്രണ്ട് ഷെയരു. എന്നെ സ്ഥിരമായി ഇടിക്കുന്ന കടിയൻ സുമത്തിൻ്റെ ചേട്ടൻ ഒന്ന് കൈകാര്യം. പേര് സൂത്രൻ, അത്രയും കേട്ടു. പിന്നെന്താ പറഞ്ഞത്? ശരിയാ, അറ്റൻഷൻ തീരെ മോശം. കാര്യം പോക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. കടിയൻ എന്നൊരു സിംഹമുണ്ട്, അങ്ങേരെ. ഒന്നുകൂടി പറയാം എന്നതുവരെ കേട്ടു. പിന്നെന്താ പറഞ്ഞത്? ഓ, ഇത് പണിയാവും. ആദ്യത്തെ വാചകത്തിൽ തന്നെ കാര്യം ക്ലിയർ ആക്കണം. ഇങ്ങനെ പറയും: ചേട്ടാ, എന്നെ ഇടിക്കുന്ന കടിയനെ ചേട്ടൻ ഇടിക്കണം. അത് മതി. ചേട്ടാ, എന്നെ ഇടിക്കുന്ന കടിയനെ ചേട്ടൻ. ശരി, ഇടിക്കാം. പിന്നെന്താ? ഓ, ചേട്ടാ എന്നെ ഇടി എന്നതുവരെയാണത്ര അങ്ങനെ കേട്ടത്. കാലമാടൻ. നിൽക്കവിടെ. നിൻ്റെ അച്ഛൻ എന്നെ പണ്ട് ഒരുപാട് തല്ലിയിട്ടുണ്ട്. അതിന് പകരം ഞാൻ നിന്നെ ഇന്ന് ഇടിക്കും. അയ്യോ, പക്ഷേ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ തമാശ കലർത്തും. അതുകൊണ്ട് ഞാൻ ഇതും തമാശയാക്കും. ഇടിക്കുന്നതാണോ ചേട്ടാ തമാശ? അതേ വരുന്നു. ശരി, മരമട്ടന തമാശ ഉണ്ടാക്കാൻ പറ്റിയാളാ. വരട്ടെ. ചേട്ടാ, ഈ വലിയ വടി കണ്ടു? ആ വടി ഞാനാണ്. അപ്പുറത്ത് കിടക്കുന്ന ചെറിയ വടി ഈ കൈതക്കുട്ടി. ചേട്ടൻ വലിയ വടി നോക്കി ഹലോ എന്ന് പറഞ്ഞു. അതെന്തിനാ? വലിയ വടി ഞാനാണല്ലോ, എന്നോട് ഹലോ പറയുകയാണെന്ന് കരുതിയാൽ മതി. എങ്ങനെയുണ്ട്? ഹലോ. ഇനി ചേട്ടൻ ഈ വലിയ വടി കൊണ്ട് ചെറിയ വടിയെ അടിച്ചു തെറിപ്പിക്കുക. ഓ, കുഷ്. വൈഡോട്ട്. അയ്യോ, അത് കൊണ്ടില്ല. അയ്യോ, വടി തിരിച്ചു പോയി. നശിപ്പിച്ചു. ചേട്ടൻ വലിയ വടി അടിച്ചു വിടുന്ന അതേ വഴിക്ക് ഇവനെയും അടിച്ച് തെറിപ്പിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അയ്യോ, ആരാടാ വടി എടുത്തിട്ടത്? എടോ, താനെന്തോടോ എന്നെ കടിച്ചൊരു മൈൻഡില്ലാത്തത്? തനിക്കൊന്ന് ചിരിക്കാൻ പാടില്ല. വരാറി. അതിന് ചേട്ടൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. പരിചയം ഭാവിച്ചു ചിരിച്ചൂടെ എന്നാ ചോദിച്ചത്. അതിനെനിക്ക് ചേട്ടൻ്റെ പരിചയമില്ലല്ലോ. അതല്ലേ പറഞ്ഞത്, ഭാവിക്കാൻ. അറിയാത്തവരെ കണ്ടാലും പരിചയം ഭാവിച്ച് പുഞ്ചിരിക്കണം, മനസ്സിലായണോ? അയ്യോ, അങ്ങനെ തിരിച്ചു വരുന്നു. കാലമാണ്. എടോ, തന്നോടല്ലോടോ ഞാൻ ചിരിക്കാൻ പറഞ്ഞത്. അല്ല, പരിചയമില്ലാത്തവരെ കണ്ടാൽ ചിരിക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആടിക്കൊണ്ട് പരിചയമുണ്ടല്ലോ. പരിചയം ഉണ്ടെങ്കിലും ചിരിക്കണം. പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്. കണ്ടാലൊന്നും ചിരിക്കുന്നതിൽ തെറ്റില്ല. ചിരിക്കുമ്പോൾ തരുമോ എന്ന് അതിന് എൻ്റെ പേടി. അയ്യോ, അങ്ങേരെ പിള്ളേം തല്ലിയടോ. അങ്ങേരെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചതിന് തല്ലിയോ? അതെ, മൂക്കനി കുന്നി വെച്ചാൽ കണ്ടത്. ഞാൻ ഉടനെ തന്നെ പുഞ്ചിരിച്ചു. പക്ഷെ അന്നേരം അങ്ങേരെ ഉറക്കമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പുഞ്ചിരി കണ്ടില്ല. പുഞ്ചിരിച്ച കാര്യം പറയാൻ വേണ്ടി തോണ്ടി വിളിച്ചു. അപ്പോഴാണ് അങ്ങേരെ തല്ലിയത്. ദുഷ്ടൻ.